ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ വന്നത് ഇന്നലെ തൊട്ട് ന്യൂസുകളിൽ വാർത്തയാകുന്ന ഒരു ഇതാണ്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം, ആ അമ്പലത്തിനെ കുറിച്ച് എല്ലാവർക്കും ഉണ്ണിമായ അങ്ങനെയുള്ള കുറേ സത്യം പറഞ്ഞാൽ ആ അമ്പലത്തിന് ഒരുപാട് പരസ്യം നൽകുന്നുണ്ടെന്ന് തന്നെ പറയാം. ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെ ഒരു പരസ്യ കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മളല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളെ കുറിച്ച് ഓരോ ആൾക്കാർ ഓരോ അനുഭവങ്ങൾ പറഞ്ഞ് നമ്മൾ അറിഞ്ഞു കേട്ടാണ് ഓരോ ക്ഷേത്രത്തിൽ നമ്മൾ തൊഴാനൊക്കെ ചെല്ലുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അവർ സ്വയമായിട്ട് തന്നെ ഒരുപാട് പരസ്യം നൽകുന്നുണ്ട്. ഒരുപാട് സെലിബ്രിറ്റികൾ എന്ന് പറയുമ്പോൾ അത് സിനിമ സീരിയൽ മേഖലകളിൽ മാത്രമല്ല, നമ്മുടെ ഒരുപാട് ഫാമിലി യൂട്യൂബേഴ്സും അവിടെ സന്ദർശിക്കാൻ ചെല്ലുന്നുണ്ട്. അതെല്ലാം അവർ വീഡിയോസ് എടുത്ത് അവർ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും എല്ലാ ഒഫീഷ്യൽ പേജുകളിൽ അവർ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പരസ്യങ്ങൾ കണ്ട് തന്നെ അങ്ങനെ ആ അമ്പലത്തിനെ കുറിച്ച് അറിഞ്ഞു തന്നെ. പിന്നെ അമ്പലത്തിൻ്റെ അറ്റ്മോസ്ഫിയറും ഒരു എല്ലാവരിലും ഒരു അട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ തന്നെയാണെന്ന് പറയാം അമ്പലത്തിൻ്റെ. അങ്ങനെയാണ് പകുതി ആൾക്കാരും അവിടെ ചെല്ലുന്നത്. പിന്നെ അവിടെ കുട്ടിച്ചാത്ത സേവയും കാര്യങ്ങളും ഒക്കെയാണെന്ന് പറയും. നമുക്കൊന്നും അറിയത്തില്ല, നമ്മളവിടെ അമ്പലം സന്ദർശിക്കാനോ ഒരു കാര്യത്തിനും പോയിട്ടില്ല, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും അറിയത്തില്ല. ഇങ്ങനെ ഒരു ന്യൂസ് വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ജസ്റ്റ് വീഡിയോസ് കാണും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് ഒരു കർണാടക സ്വദേശിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ആ സ്വദേശി ഓൺലൈൻ വഴിയാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ക്ഷേത്രങ്ങളെ കണക്കല്ല, എല്ലാ ലാംഗ്വേജസിലും ഇവരുടെ നോട്ടീസ്, ഇവരുടെ പ്രശ്നപരിഹാരവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നോട്ടീസ് അച്ചടിച്ച് ഇറക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓൺലൈനിലൂടെ നോട്ടീസ് പരസ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഓൺലൈൻ വഴി ഇങ്ങനെ കുടുംബ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുന്നു, പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന ന്യൂസ് കണ്ടിട്ടാണ് ഈ പുള്ളിക്കാരി പിന്നെ അവിടേക്ക് വരുന്നതും. അപ്പോൾ ഈ പുള്ളിക്കാരി കർണാടക സ്വദേശിയാണ്. അപ്പം പുള്ളിക്കാരിക്ക് മലയാളം അറിയാത്തതിൻ്റെ പേരിൽ പുള്ളിക്കാരനെ സഹായിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഈ മുഖ്യ പൂജാരി ഉണ്ണി എന്ന വ്യക്തിയാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ ഒളിവിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അറിവോട് കൂടിയാണ് പീഡനം നടന്നിരിക്കുന്നു എന്നതാണ് പുള്ളിക്കാരി പരാതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം പറയുന്നത്, ഈ അരുൺ എന്ന ആൾ അങ്ങനെ നമ്പർ പരിചയമായി, നമ്പർ മേടിക്കുകയും പുള്ളിക്കാരിയോട് രാത്രി കോള് വിളിക്കുകയും പിന്നെന്താണ് രാത്രി വീഡിയോ കോൾ വിളിക്കുന്നതിൽ പരി നഗ്നതാ പ്രദർശനം നടത്തണമെന്ന് പറയുകയാണ്, പൂജയുടെ ഭാഗമായി എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ നഗ്നയായിട്ട് വീഡിയോ കോളിൽ വരണമെന്ന് പറയുന്നത്. പുള്ളിക്കാരി 3-4 തവണ വന്നു എന്നൊക്കെയാണ് ന്യൂസുകളിൽ സംസാരിക്കുന്നത്. 3-4 തവണ പുള്ളിക്കാരി നഗ്നയായിട്ട് വന്നു. അപ്പോൾ അതൊക്കെ അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അതൊക്കെ കാണിച്ചിട്ടാണ് പിന്നീട് പുള്ളിക്കാരിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. അങ്ങനെ കേരളത്തിലേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ പൂജയുടെ ആവശ്യത്തിന് വന്നപ്പോൾ പുള്ളിക്കാരൻ കൊണ്ടുപോകാൻ വന്നു. അങ്ങനെ കാറിൽ വെച്ച് പീഡനം നടന്നു. അങ്ങനെ ഓരോ ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം പുള്ളിക്കാരി ഇവരെ ആശ്രയിച്ചിരിക്കുന്നത് ഈ പരസ്യം കണ്ടിട്ട് തന്നെയാണ്. കുടുംബ പ്രശ്നങ്ങൾ തീർത്ത് കൊടുക്കുമെന്നുള്ള പരസ്യം കണ്ടിട്ട് തന്നെയാണ് പുള്ളിക്കാരി വന്നത്. പുള്ളിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പിരിഞ്ഞ് താമസിക്കുകയാണ്. സംതിങ് എന്തൊക്കെയോ കുടുംബത്തിൽ അവരുടെ പ്രശ്നമുണ്ട്, അത് തീർക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ അമ്പലത്തിനെ കുറിച്ച് കൂടുതൽ ആൾക്കാർ അറിയാൻ വേണ്ടി ഇവർ ഒരുപാട് പരസ്യം സോഷ്യൽ മീഡിയയിലൂടെ നടത്തുകയുണ്ടായി. സത്യം പറഞ്ഞാൽ ഇപ്പം അറിയാത്തവർ കൂടി ഈ അമ്പലത്തിനെ പറ്റി അറിഞ്ഞു. അതുപോലെ നല്ലൊരു ന്യൂസിലൂടെ തന്നെ എല്ലാവർക്കും അറിയാൻ സാധിച്ചു എന്ന് നമുക്ക് പറയാം അല്ലേ. അതുപോലെ തന്നെ മുഖ്യ പൂജാരി ഉണ്ണി എന്ന് പറയുന്ന അവനെന്നൊക്കെ തന്നെ പറയാം. ഇതൊക്കെ നല്ലവരൊക്കെ ആണോ എന്ന് ആർക്കറിയാല്ലേ. അവൻ ഒളിവിലാണ്. 2 പേരും പീഡിപ്പിച്ചു എന്ന് പറയുന്നുമുണ്ട്. അതുപോലെ തന്നെ മുഖ്യ പൂജാരിയുടെ അറിവോടുകൂടിയാ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. കൂടുതൽ നമുക്കൊന്നും ഡീറ്റെയിൽസ് അറിയില്ലല്ലോ. അതുപോലെ തന്നെ അരുൺ എന്ന പൂജാരിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുക. അവൻ്റെ ഫോട്ടോയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ പോക്രിത്തരം കാണിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അല്ലെ, ന്യായീകരിക്കാൻ പറ്റില്ല ഒരിക്കലും പൂജാരി എന്നൊരു വ്യക്തിനെ. കാരണം ക്ഷേത്രം പോലെ ഒരു പുണ്യസ്ഥലത്ത്, അതായത് അത്രയും ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഇവനൊക്കെ ഈ പൂജ എന്ന പേരിൽ തട്ടിപ്പ് കാണിച്ച് ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ വിളിക്കുകയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും നഗ്നതാ പ്രദർശനം നടത്തണമെന്ന് ആവശ്യപ്പെടുക, ഇതൊന്നും നല്ലതായിട്ട് നമ്മൾ ഒരിക്കലും ന്യായീകരിക്കത്തില്ല. അവൻ പൂജാരികൾക്ക് തന്നെ നാശം. അത് ഹിന്ദു നമ്മുടെ മതത്തിന് തന്നെ ഒരു ഇതിൻ്റെ പേര് തന്നെ വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ആരും ഒരു പൂജാരികളെയും വിശ്വസിക്കത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യം പറയണം. നമ്മളൊരു അമ്പലത്തിൽ പോയി, നമുക്കിപ്പോൾ ഏത് മതത്തിലാണെങ്കിൽ പോലും നമുക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ, എന്ത് വിശ്വാസമാണെങ്കിലും അതിനൊരു ലിമിറ്റ് വേണമെന്നാണ് ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായി അതൊരു പൂജ നടത്തി ആ പ്രശ്നം തീരുമോ? എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞാൽ അത് വേറെ പ്രശ്നങ്ങളാവും. നമ്മളെ കുടുംബത്തിലൊരു പ്രശ്നം അന്നെങ്കിൽ ഒരാൾക്കാരും ഡൈവേഴ്സായി പോവോ പിരിഞ്ഞു പോവോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. പൂജ നടത്തിയേച്ചാൽ മതി, എല്ലാവരും ഒന്നിക്കുമല്ലോ.
ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. നമുക്ക് ഏത് വിശ്വാസത്തിനാണെങ്കിലും ഒരു ലിമിറ്റ് വേണം. നമ്മളിപ്പോൾ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ പോസിറ്റീവായിട്ടും ഒരു എനർജി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും ഒരു ലിമിറ്റ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അമ്പലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അതായത് ഭക്തിഗാനങ്ങളാണെങ്കിലും ആൽമരമാണെങ്കിലും എല്ലാം കൊണ്ടും ഒരു സൈലൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നൊരു സ്ഥലമാണ് അമ്പലം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തീർത്തും അമ്പലത്തിൽ പോകാന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും മനസ്സിൽ സന്തോഷം കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് പറഞ്ഞിട്ടും ദൈവം കേൾക്കാത്ത വിഷമങ്ങൾ ഒരു ഇടനിലക്കാരൻ എന്ന രീതി, അതായത് ദൈവത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പൂജാരി പറഞ്ഞാൽ കേൾക്കും എന്ന തരത്തിലാണ് നമ്മൾ ഓരോ പൂജകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതുമല്ല. ഇപ്പോൾ ഫോൺ നമ്പർ വാങ്ങുന്നതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കുന്നു. ഓരോ പൂജകൾക്കും കാര്യങ്ങളും സർവ്വസാധാരണമായി ഓരോ ആൾക്കാർ ഫോൺ നമ്പർ വാങ്ങുന്നതാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന ലിമിറ്റിനപ്പുറം ഒരാൾ നമ്മളെ മറികടന്ന് വരില്ല, അത് സത്യമാണ്. നമ്മൾ പൂജാരി എന്ന അവൻ ചെയ്തത് ശുദ്ധ പോകൃത്തരാണ്, തെണ്ടിത്തരം തന്നെയാണ്. അവനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ന്യായീകരിച്ച് ഒന്നും സംസാരിക്കുന്നതല്ല കേട്ടോ. പക്ഷേ ആ സ്ത്രീയുടെ ഭാഗവും കൂടെ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. ചെയ്യുമ്പോൾ രണ്ട് വശവും പറയണം, ഒരാളുടെ ഭാഗം മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും പുള്ളിക്കാരി തന്നെ ആ വോയിസ് റെക്കോർഡ്, അതായത് പുള്ളിക്കാരിനെ നാട്ടിലേക്ക് വിളിക്കുന്ന പൂജയ്ക്ക് വരുമ്പോൾ നമുക്ക് ഹോട്ടലിൽ റൂം എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചു കൊണ്ടിട്ടുള്ള വാട്സപ്പ് വോയിസ് കോളാണ്. അത് പുള്ളിക്കാരി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ കോളിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പോലീസുകാർക്ക് കൈമാറിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആ വോയിസ് കോള് നമുക്കൊന്ന് അതിൻ്റെ റെക്കോർഡൊന്ന് നമുക്ക് കേട്ടിട്ട് ബാക്കി സംസാരിക്കുന്നതായിരിക്കും കൂടുതൽ. ഏതായാലും നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം. ಸೌಖ್ಯ ಸರ್. ಚಾಯ್ ಸಾಪಿಟ್ಟ ಇಪ್ಪ ಎಪ್ಪ ಬರೋದು ಇങ്ങോട്ട്? ನಾ ಫ್ರೈಡೇ ಈವ್ನಿಂಗ್ வரேன். ಫ್ರೈಡೇ ಈವ್ನಿಂಗ್? ವಿತ್ ಫ್ರೆಂಡಾ? ಫ್ರೆಂಡ್ வரது. அட ரூம் எடுத்தா? இல்லை எனக்கு ரூம் எல்லாம் அங்கே தெரியாது. அப்போ சேம் டேட் கிளம்புவாங்க? இல்லை என் கூட தான் வருது. ಅದೇ ಫ್ರೆಂಡು ನಾ 2 பேர் தான் வருது. ടോട്ടൽ 2 പേരാ? ടോട്ടൽ 2 പേര് വരുന്നത്? ஆமாம். ട്രെയിനാ വരുന്നത്? ട്രെയിനിൽ. റൂം എടുക്കില്ല? എടുത്തില്ല. ഇങ്ങ വന്ന് എടുക്കും? ஆமாம். அந்த ഫ്രൈഡേ നൈറ്റ് ഇങ്ങ എത്തുമാ? ഈ വോയിസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഏത് പൊട്ടന്മാർക്കും പൊട്ടികൾക്കും മനസ്സിലാവും. കാരണം ഇത് ആദ്യമായിട്ട് അവർ വിളിച്ച് സംസാരിക്കുന്ന ഒരു ഫോൺ കോളോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതിന് മുന്നേയും അവർ സംസാരിച്ചിട്ടുണ്ട്. ഒരു സൗഹൃദപരമായ ഒരു ഫോൺ കോൾ അല്ലേ. അതിൻ്റെ അകത്ത് എവിടെയാണ് ബ്ലാക്ക് മെയിലിങ്, ഒരുമിച്ച് റൂം എടുക്കാം, സമ്മതമാണോ, കൂട്ടുകാരിയുണ്ടോ, ഫ്രണ്ടിന് കേട്ടാൽ കുഴപ്പമില്ലേ, സെപ്പറേറ്റ് റൂം എടുക്കാം, എല്ലാത്തിനും ആമാന്ന് പുള്ളിക്കാർ തല യാട്ടി സംസാരിക്കുക തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പം ഇതൊരു സപ്പോർട്ടിങ് അല്ലേ, അല്ലാതെ ഇതൊരു പീഡനം. പിന്നെ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് 1 മണിക്കൂർ നമുക്ക് റൂം എടുക്കാം, ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായതായിരിക്കുമല്ലോ. അതായത് അരുൺ എന്ന് പറയുന്ന ആ പൂജാരി എന്ന് നമുക്ക് പറയാം, മറ്റവൻ വേറെ ഉദ്ദേശത്തിൽ തന്നെ വിളിക്കുന്നതാണെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി. പിന്നെ എന്തിനു പോയി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളെ മുതലാക്കാൻ നമ്മൾ തന്നെ അവസരം കൊടുത്തിട്ട് ഏറ്റവും അവസാനം പിന്നെ എല്ലാം കഴിയുമ്പോൾ അത് പീഡനമാണ്. ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ. ഞാൻ അവനെ ന്യായീകരിക്കുകയല്ല കേട്ടോ, അവനെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ തെമ്മാടിത്തരം തന്നെയാണ് കാണിച്ചത്. കാരണം പൂജകളും ക്ഷേത്രം എന്നൊരു പുണ്യ സ്ഥലത്ത് ഇത്രയും തോന്നിവാസങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വെറും ഇത് പോക്ക് കേസ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഞാൻ പറയുന്ന ഇത്രേ ഉള്ളൂ. ഞാൻ പുള്ളിക്കാരിനെ അവളെ ന്യായീകരിച്ചല്ല ഞാൻ പറയുന്നത്, 2 പേരുടെ ഭാഗമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പുള്ളിക്കാരിക്ക് ആദ്യം ഈ വീഡിയോ കോൾ ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് നമ്പർ കൊടുത്തു, നമ്മുടെ വാട്സപ്പിൽ അവർക്ക് മെസ്സേജ് അയക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മളോട് തോന്നിവാസം അവർ പറയാൻ തുടങ്ങുമ്പോൾ നമുക്ക് ബ്ലോക്ക് ചെയ്യാം എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. പുള്ളിക്കാരി എന്തുകൊണ്ട് ബ്ലോക്ക് ചെയ്തില്ല? പുള്ളിക്കാരി തിരിച്ച് റിപ്ലൈ അയച്ചു കാണും, അത് നമ്മൾ അറിയുന്നില്ലല്ലോ. അതൊക്കെ കൂടുതൽ ഇനി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ തന്നെ പുള്ളിക്കാരി ലാംഗ്വേജ് പ്രോബ്ലം ഇല്ലാതെയാണ് 2 പേരും സംസാരിക്കുന്നത്. അപ്പം തന്നെ മനസ്സിലാവും ഇതിനു മുൻപും ഇവർ ഒരുപാട് തവണ കോളുകൾ വിളിക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് തന്നെയാണ്. പിന്നെ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും പീഡിപ്പിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായിട്ടാണ് പുള്ളിക്കാരി പോയതും കാറിൽ വെച്ച് പീഡിപ്പിച്ചു, പുള്ളിയും ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ന്യൂസുകളിൽ വരുന്നത്.
ഞാൻ ചോദിക്കുന്നത് അപ്പം നഗ്ന ആദ്യമായിട്ട് പോയി വീഡിയോ കോൾ വിളിച്ചു, അപ്പം നഗ്ന പ്രദർശനം നടത്തണം എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരിക്ക് ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ചെല്ലായിരുന്നല്ലോ. പുള്ളിക്കാരൻ പറഞ്ഞ ആ കോൾ ആ സമയത്ത് റെക്കോർഡ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുക്കാമല്ലോ. ഇപ്പോൾ കർണാടക പോലീസാണ് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തിരിച്ചത്, ആ സമയത്ത് കേസ് കൊടുക്കാമല്ലോ. അതൊന്നും ചെയ്യാതെ ഏറ്റവും അവസാനം ഈ പീഡനം കഴിയുന്നിടം വരെ എന്തുകൊണ്ട് മിണ്ടാതിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ കൊടുക്കാനുള്ളതാണോ എന്ന് നമുക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാൻ നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല. ഏതായാലും രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഒരാളുടെ ഭാഗത്ത് മാത്രം തെറ്റുണ്ടായിട്ട് ഇങ്ങനെയൊന്നും നടക്കാൻ സാധ്യതയില്ല. സാധാരണ ഇപ്പോൾ എല്ലാ ആണുങ്ങളെ ആൺപിള്ളേരെ സൈഡ് ചെയ്യുകയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇപ്പം എല്ലായിടത്തും ഇതാണ്. ചില ന്യൂസുകൾ കേട്ടിട്ടില്ല, 1 വർഷം എന്നെ പീഡിപ്പിച്ചു. ഞാൻ ചോദിക്കുന്നത് ഈ 1 വർഷം കഴിഞ്ഞപ്പോഴാണോ അത് പീഡനമെന്ന് അറിയുന്നത്? അതുവരെ പീഡനമല്ലായിരുന്നു അത്. രണ്ടുപേരുടെ താല്പര്യത്തിന് നടത്തിയിട്ട് ഏറ്റവും അവസാനം അത് പീഡനമാവും. എല്ലാ കാര്യങ്ങളും അതെ. ഈ സംസാരത്തിലും പുള്ളിക്കാരി ഒരു സൗഹൃദ സംസാരം തന്നെയാണ് നടക്കുന്നത്. ഇനിയൊന്നും ന്യായീകരിക്കാനും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം ഏറ്റവും പവിത്രമായ ഒരു സ്ഥലമാണ്, പുണ്യസ്ഥലം തന്നെയാണ് എല്ലാ ക്ഷേത്രങ്ങളും. ആ ക്ഷേത്രത്തിൽ അവിടുത്തെ വിഗ്രഹം ഏതാണോ ആ പ്രതിഷ്ഠയോട് ഏറ്റവും അടുത്ത്, ആ ദൈവത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിയായിട്ടാണ് നമ്മൾ ആ പൂജാരിനെ കണക്കാക്കുന്നത്. അപ്പം പൂജാരി തന്നെ അവിടെ വരുന്ന ഭക്തിയോട് ഇത്രയും മോശമായ രീതിയിൽ പെരുമാറുക, നഗ്ന പ്രദർശനം നടത്തണം, ഇല്ലെങ്കിൽ സ്വന്തം മക്കളെ പൂജ ചെയ്ത് കൊലപ്പെടുത്തും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടി അവരെ സ്ത്രീയെ പീഡിപ്പിച്ചത് ഏറ്റവും തെറ്റായ കാര്യം തന്നെയാണ്. അതിനെ ന്യായീകരിച്ച് ഞാൻ ഒരിക്കലും സമ്മതിക്കുന്നില്ല. ഏറ്റവും തെറ്റായ കാര്യം തന്നെ. ഇവനെയൊക്കെ ഇനി ഒരു അമ്പലത്തിൽ പോലും കയറ്റരുതെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു തെറ്റ്. പിന്നെ ആ ഉണ്ണി എന്ന് പറയുന്ന ആ പൂജാരിക്കും ഇതിനകത്ത് പങ്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യം തന്നെ ആയിരിക്കും ഇത്. പിന്നെ നമ്മളെ മുതലെടുക്കാതെ നമ്മൾ ശ്രദ്ധിക്കാതെ എനിക്ക് പറയാനുള്ളൂ. നമ്മളൊരവസരം കൊടുത്താൽ മാത്രമേ നമ്മളെ മുതലെടുക്കത്തുള്ളൂ. ഞാനത് എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. നമുക്ക് താല്പര്യമില്ലാത്ത, ഇപ്പം ക്ഷേത്ര ആവശ്യത്തിനായിട്ട് എല്ലാവരും പൂജാരിയുടെ നമ്പറും കാര്യങ്ങളും ഒക്കെ മേടിക്കുന്നതാണ്. ആവശ്യങ്ങൾക്ക് മാത്രം മേടിക്കുക. നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിൽ ഒരു മെസ്സേജിങ്ങോ കാര്യങ്ങളോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒരു മെസ്സേജിങ് വരുവാണെങ്കിൽ അത് നമ്മൾ ബ്ലോക്ക് ആക്കി ഇടുക. അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അല്ലാതെ ഇത്രയും ഇതൊരു പീഡനം വരെ ആകുന്നിടം വരെ വെച്ചുകൊണ്ടിരിക്കാതെ. അപ്പോൾ പീഡിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ ആ ധൈര്യം വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് മുന്നേ ആ ധൈര്യം ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. വോയിസ് റെക്കോർഡ് കേട്ടാലും നമുക്ക് മനസ്സിലാക്കാം. കാരണം വാട്സപ്പിലുള്ള വോയിസ് കോൾ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന ധൈര്യത്തിൽ ആയിരിക്കണം ഈ മറ്റവൻ ധൈര്യത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് സ്പീക്കറിൽ ഇട്ടിട്ട് മറ്റൊരു ഫോണിലാണ് പുള്ളിക്കാരി അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ആ റെക്കോർഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരനെ കൊടുക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ് എന്ന് നമുക്ക് ഏത് പൊട്ടന്മാർക്കും പൊട്ടികൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നപ്പോൾ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണോ, ഒന്നും നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാതെ ഇതിലൊരു സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ കേട്ടോ. രണ്ടുപേരുടെയും ഭാഗത്ത് ഒരാളുടെ ഭാഗത്ത് മാത്രം തെറ്റായിട്ടൊരു കാര്യം നടക്കില്ല, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അവനെ ന്യായീകരിച്ചോ അല്ല പറഞ്ഞു, അവൻ ചെയ്തതും ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. പൂജയുടെ മറവിൽ, അതൊരു ക്ഷേത്രത്തിൻ്റെ മറവിൽ ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ അത് കൂടുതൽ പുള്ളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മൊഴിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വരുമ്പോൾ അതിൻ്റെ ബാക്കി മനസ്സിലാക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ പലതും പൊങ്ങി വരുമായിരിക്കും.